ഭഗീരഥൻ ഗംഗയാറുന്ന പോലെ ധന്യധന്യരായ സാധുക്കളായ പ്രാണികൾക്കും സർവസുഖങ്ങളും ഉപകാരങ്ങൾ നൽകും സൽഗുണ ഭുവനങ്ങൾ താൻ വൻ ദുഃഖം അഖിലം പോക്കും ഈ പുണ്യാശ്രമഭൂമിൽ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് ഓർക്കുകിൽ. അതായത് പൂർവജന്മത്തിലെ രണ്ടുപേരുമേ പട്ടുഭൂന്തെങ്കിലും ചാരഭൂഷണമാണ്ടവൻ ദർശനം നൽകി ഭൂവന് ജഗദംബിക സ്വപ്നത്തിൽ ദേവിയെ കണ്ട വാരം സന്തുഷ്ടരായവർ ജലാഹാരം മാത്രമായി കഴിച്ചാൻ ഒരു വത്സരം 3 ആണ്ട് അവന്തെയും മറ്റോ വൈശ്യനും പാർത്ഥിവനും ചിന്തിച്ചാൽ ഉള്ളി വെണ്ണം ദേവീ ദർശനാലസൻ നീരില ദേവിയെ കണ്ട് ശാന്തി നേടുന്നൂലും മുഖ്യ ചവശരായി ദേഹത്യാഗത്തിനായി ഉത്തമം ഉൾക്കാമ്പിലേവൻ ചിന്തിച്ചമച്ചാൻ കുന്തമന്നുടൻ മുഴക്കണക്കിൽ മുക്കോണായി പാകത്തിൽ സ്ഥിരമായ നിർവൻ തീയും ജലിപ്പിച്ചു പോലും ചെയ്താം വൈശ്യനും അരിഞ്ഞരിഞ്ഞു തന്മാംസം തീയിൽ ഹോമിച്ചു പാർത്ഥിവൻ. ഇവർ രണ്ടുപേരും കൂടെ സുമേധസൻ മന്ത്രം ദീക്ഷിച്ചു, നവാക്ഷരി മന്ത്രം. ആ മന്ത്രം തപസ് ചെയ്തു. അവർ സ്വപ്നത്തിൽ ഭഗവതിയെ കണ്ടു. നമ്മൾ സ്വപ്നത്തിലെങ്കിലും ഇത് കണ്ടാൽ മതി, ഇല്ലയോ? ഇത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജന്മസൗരമാണ്. സ്വപ്നത്തിലെങ്കിലും ഭഗവാനെയോ ഭഗവതിയോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ രാമകൃഷ്ണൻ പറയുന്നുണ്ട്, നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടായിട്ടുണ്ടാകുമെങ്കിൽ ഒരിക്കലും നാമം ജപിക്കും. രോമാഞ്ചം അതുപോലെ ആനന്ദം, ഇല്ലയോ? നമുക്ക് ആനന്ദമുണ്ട്, നമുക്ക് പരമാനന്ദം വേണ്ട, ആനന്ദമല്ല. ആനന്ദം അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്, അല്ലേ? പരമാനന്ദം എന്ന് പറയാൻ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നതോ ഇല്ല. പരമാനന്ദം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആ പരമാനന്ദം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ കണ്ണിൽ നിന്നും ആ കണ്ണുനീര് വരുമ്പോൾ നമ്മൾ അറിയാതെ കൈയെടുത്ത് അങ്ങ് തുടയ്ക്കും. കാരണം അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആ കണ്ണുനീരിൻ്റെ രുചി എന്താണെന്ന് ചോദിച്ചാൽ മധുരമാണ്. ദുഃഖം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീരിൻ്റെ രുചി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ഉപ്പ് രസം. അതാ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെ രുചി. മധുരമാണ്. അപ്പൊ അതങ്ങനെ മധുരമാണെന്ന് കണ്ട മധുരം അനുഭവിക്കാൻ ആ പരമാനന്ദം അനുഭവിക്കണം. അതാണ് നേരിലാദേവിയെ കണ്ട് ശാന്തി നേടിയില്ലെന്നും ദുഃഖിച്ച അവസരായി ദേഹത്തേരാലിത്തമം ഉൾക്കാമ്പിലെ അവൻ ചിന്തിച്ചു ചമച്ചൻ കുണ്ടമന്നുടൻ മുഴൻ കണക്കിൽ മുക്കോണായി പാകത്തിൽ സ്ഥിരമായ നിർവൻ തീയും ജ്വലിപ്പിച്ചു ഭൂനവിധം ചെയ്ത വൈശ്യനും അരിഞ്ഞതൻ മാംസം തീയിൽ ഹോമിച്ചു പാർത്ഥിവൻ. കത്തും തീയിൽ സ്വമാംസത്തെ ഹോമിച്ച വൈശ്യനും തഥാ ഏവം അർപ്പിച്ചു ദേവിക്ക് ചോരതൻ ബലിയാനം മുഴുത്ത ഭക്തി ഭ്രാന്ത വൻദേശൻ രണ്ടാളും ഇങ്ങനെ ഉറപ്പതായി കണ്ട് ദേവി ദർശനം നൽകിയതിനാൽ രാജൻ മരിക്കുന്നതിനുള്ളിൽ കരുതും വരമൊന്നിനി തുഷ്ടയായ നിൻ തപസ ഭക്തൻ താൻ നീ നിർമ്മോത്തമ. വൈശ്യനോട് ചൊന്നു ദേവി, തുഷ്ടയായ ഞാൻ മഹാവതി, നിനക്ക് അഭീഷ്ടമെന്തെന്നാൽ വൃത്തിയാലും തരുന്നു ഞാൻ. വാക്യമേവം കേട്ട് ഭൂവൻ ചൊന്നാൻ തോട്ടമോത്തോടിങ്ങനെ ഗലാ ശത്രുക്കളെ കൊന്നൻ രാജ്യമേവ സമ്പ്രദം. അന്നേരം നൃപനോടോതി പോയാൽ നാട്ടിലേക്ക് നീ ബലം ജയിച്ചെന്ന് ശത്രുവർഗം തോറ്റാശു മണ്ടിയിടും. മന്ത്രിമാർ വന്നു നിൻ 2 കാലിലും വീണു കുമ്പിടും. യഥാശ്രമം നീ നാട്ടിൽ പോയി രാജ്യം വാഴുക മഹാശയ. 16 വിപുലം നാടുവാണ് നീ മരിച്ചു സൂര്യാത്മജനുമായി പിറന്നീടും. കേട്ടോ, എവിടെ ജനിക്കുമെന്നാ പറഞ്ഞത്? സൂര്യാത്മജനെ മനുവായി അടുത്ത മനുവായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ജന്മത്തിൽ നല്ലതായിരിക്കുന്ന ദേവിയിൽ അഭേദമായിരിക്കുന്ന ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ജന്മം ഭഗവതി ഏത് ജന്മം തരുന്നതെന്ന് അറിയാൻ പറ്റുമോ? അങ്ങനെ പറയുകയാണ്. ഭക്തനാം വൈശ്യനും ചൊന്നാൻ കൈ കൂപ്പ് കൈയോട് തരം എനിക്ക് ആരുമില്ലേറും ഗ്രഹപുത്രധനങ്ങളിൽ അവയെല്ലാം ബന്ധകരം സ്വപ്നം പോൽ ക്ഷണഭങ്കുരം. എനിക്കിതൊന്നും വേണ്ട, ഈ ജന്മമേ വേണ്ട, ജനിച്ചാലേ ക്ഷണഭങ്കുരമാണ്. മക്കളെന്നും ഭാര്യയെന്നും ഭർത്താവെന്നും പറഞ്ഞ് മമതാബന്ധങ്ങൾ കൂടി ചങ്ങലയുടെ കണ്ണികൾ കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ളതല്ലാതെ വേറൊന്നും നേടാനില്ല. അനുഭവിച്ചിരിക്കാൻ ഞാൻ, എനിക്കിതൊന്നും വേണ്ട. ഇവയെല്ലാം ബന്ധകരം സ്വപ്നം പോൽ ക്ഷണഭങ്കുരം. തന്നാലും അമ്മേ ജ്ഞാനം നീ മോക്ഷതം ബന്ധനാശം. നിസ്സാര ഈ സംസാരത്തിൽ മുങ്ങുവാൻ മൂഢബുദ്ധികൾ ഭവാഗ്നി നേറുന്ന വിദ്വാൻമാർ പ്രകച്ചവർ. ഇത് കേട്ടവർ കണ്ണും നോക്കും വൈശ്യനോട് അംബിക, വൈശ്യവിദ്യ ഭവാനുണ്ടാ ജ്ഞാനം അവർക്ക് ഏവം വരെ നൽകി പറഞ്ഞാൻ ദേവി എമ്പുതാൻ അന്തർദാനം ചെയ്ത മഹേന്ദ്രനെ
കുമ്പിട്ടുതൻ കുതിരമേലേറിപ്പോവാൻ ഇറങ്ങവേ മന്ത്രിമാരും പ്രതികളും അവിടെ എത്തി മന്നനെ പ്രണമിച്ചോതി വിനയാന്വിതനായി കുപ്പകയോടും ദുഷ്ടരാന്തിന്റെ ശത്രുക്കൾ ഹതരായി പോരിൽ മന്നവാ അശത്രുകം രാജമീമെന്ന് വാഴുന്ന ഭൂപതേ. ആ വാക്ക് കേട്ട ഗോപാലൻ മുനീന്ദ്രനെ നമിച്ചുടൻ ആജ്ഞ വാങ്ങി പുറപ്പെട്ട പൗരരും മന്ത്രിമാരുമായി നാട്ടിലെത്തി. പുത്രമിത്രകമത്താദ്യോത്തം ഭരിച്ചാൻ ഊഴിയൊക്കെയും ഞാൻ എന്റെ വിച്ചോര് വൈശനോട് ചേർച്ചെന്നെ ദേവീ ഗുണങ്ങൾ കീർത്തിച്ചു നാനാ തീർത്ഥങ്ങളാടി നാൾ കഴിച്ചാൻ ലോകബന്ധമെല്ലാം വിട്ടങ്ങ് നൃപ പരം അത്ഭുതവാൻ ദേവീതരും തിന്നു ഞാൻ വൈശ്യന്മാർക്ക് സിദ്ധിച്ച ദേവീ സേവാഫലങ്ങളും ദൈത്യന്മാർക്കെന്നും ദേവി പ്രാദുർഭാവത്തിൽ തന്നെ ഏവം പ്രധാനമുള്ള ഒരു ദേവി ഭക്തവർദ്ധയാൽ വിശുദ്ധമീ ആഖ്യാനം നിത്യം കേൾക്കുന്ന മാനവ സത്യമായും അണഞ്ഞിടും സംസാര സുഖമത്ഭുതം ഈ പാവന വിചിത്രാഖ്യാനത്തെ നൂനം ശ്രവിക്കുവിൽ ജ്ഞാനവും മോക്ഷവും നേടാൻ കീർത്തി സർവസൗഖ്യവും സർവധർമ്മങ്ങളും ചൂഴുമകലാർത്ഥിക്കഥ ധർമാർത്ഥമോക്ഷങ്ങൾക്കെല്ലാം പരമകാരണം ദിവ്യമീ സംഹിതയെ സർവജ്ഞൻ വ്യാസമുനി ജനമേജയഭൂമൻ ചോദിച്ചു കൊടുത്തതാ ശുംഭ നിഗ്രഹം ഉൾക്കൊള്ളും ചണ്ഡികാ ചരിതമൃതം സത്യവതി സുതനാം കരുണാനിധി പുരാണ സാരമേവം ഞാൻ ഊരിത്തന്നെ മന്ത്രി ദേവി പ്രത്യക്ഷ ദർശനം 35-ാം അധ്യായം 5-ാം സ്കന്ധം സമാപ്തം. ജയിക്കൽ ജഗദംബികേ. ഇവിടെ ചണ്ടമുണ്ടന്മാരെ ഒക്കെ കൊന്നതായിട്ട് ദേവി പറയുന്നു. കൊന്നതായിട്ട് നമ്മളെ അറിയിച്ചു. ആരായിരുന്നു ചണ്ടനും മുണ്ടനും? ഇവരെ ദേവി കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് അല്പം കഴിയുമ്പോൾ ഒരു ജീവനിങ്ങനെ ഉണ്ടാകും. അത് ചന്ദ്രലോകത്തിലേക്ക് പോകുന്നില്ല. ദേവി ഭാഗവതം പറയുന്നു. അത് നാളെ വായിക്കുക. ചന്ദ്രലോകത്തിലേക്ക് ചെല്ലുമ്പോൾ ജീവകർമ്മ വിഭാഗം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ മുംബൈ പോകുന്ന യമധർമ്മനാണ്. പുറകിന് ചിത്രമുത്തൻ്റെ ജോലി എന്താണ്? പണം കൊടുക്കുക. ഇതുപോലെ വീഡിയോ എടുക്കുക. ഇദ്ദേഹം ചിത്രമുത്താന്നല്ല പറയുന്നത്. വീഡിയോ എടുക്കുന്നവരെല്ലാം ചിത്രമുത്തന്മാർ. ഇപ്പം ഞാൻ ഫോട്ടോ എടുത്താലും ആ സമയത്ത് ഞാൻ ചിത്രമുത്താണ്. അപ്പോൾ കല്യാണത്തിന് കണ്ടിട്ടില്ല ഇങ്ങനെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നു. അപ്പം പിന്നെ അതൊക്കെ മാറി മിഷനൊക്കെ മാറി. അപ്പം ചിത്രമുത്തന്മാരുണ്ട്. അപ്പോൾ ഈ ചിത്രമുത്തൻ്റെ ഒരു ഫയലുമുണ്ട്, ആൽബമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം ഈ പെരുവലിൻ്റെ വലിപ്പമാണ്. എന്തുമാത്രം ആളുണ്ടെന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ആറാവ് വിടുന്നതുകൊണ്ട് പുറകിൽ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പം യമധർമ്മൻ കയറിയിരിക്കും കസേരകൾ. അപ്പോൾ ഈ ചിത്രത്തിന് ആദ്യം ഫയലും മുമ്പേ നിൽക്കുന്ന ആളുടെ ഫയലും ആൽബം കൊടുക്കും. എന്നുവെച്ചാൽ വർത്താനം പറഞ്ഞവരാണ്. അവരുടെ ഫോട്ടോ കണ്ടോ നോക്കുമ്പോൾ ശരിയാ. കുറേ കസേര ഇരുന്നവർ, മുമ്പിൽ കസേര ഇരുന്നവർ, അടുത്തിരുന്നവർ, ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ വീഡിയോ ഉണ്ട്. ഈ വീഡിയോ അല്ല വേറെ വീഡിയോ ഉണ്ട് ഇവിടെ കൃത്യമായിട്ട് എടുത്തിരിക്കും. അപ്പോൾ അത് വർത്താനം പറഞ്ഞവരാണ് ഇത്. അവരാരൊക്കെ എങ്ങനെയൊക്കെ എല്ലാവരും അവിടെയൊക്കെ ചെയ്താൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കും. അപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് ചേച്ചിക്ക് പൂ ഒരുക്കി മാല കെട്ടി. അപ്പോൾ ആൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. ഒരു കേക്ക് മാല കെട്ടി കൂടെ ചെയ്യുമായിരുന്നു. ഇവിടെ ഇരുന്നവർ വർത്താനം പറഞ്ഞു. പിന്നെ ഭാഗവതം നോക്കിയിരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് കിട്ടി. അവരുടെ എല്ലാം ഫോട്ടോ ഉണ്ട്. വർത്താനം പറഞ്ഞാലും നമുക്കൊരു കാര്യം ചെയ്യാം. അവരെ അങ്ങനെ വിട്ടാണ്ടപ്പത്തില്ല. ഈ തല നാഴി കാല് മേലോട്ട് കൊടുക്കുന്ന ഒരു ജീവിയുണ്ട്. എന്തോ തല നാഴി കാല് മേലോട്ട് വവ്വാൽ അല്ലേ? അടുത്ത വവ്വാലായിട്ട് ഇവിടെ ഞാൻ പറയുന്നത് ദേവീഭാഗത്തും പറയും. അപ്പോൾ അതുകൊണ്ട് കഴിവത് യജ്ഞശാലയിൽ സംസാരിക്കാതിരുന്നാൽ അങ്ങനെയുള്ള ജന്മങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രായച്ചിത്തമാണ്. ഇനി ഞാൻ അങ്ങനെ വർത്തമാനം പറയത്തില്ല. അതാണ് ഒരു പ്രായച്ചിത്തം. അങ്ങനെ ചെയ്യും. ഒന്നാമത്തെ കാര്യം വന്നത്. രണ്ടാമത് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ ഇവിടുന്ന് ഒരു കണക്ഷൻ കിട്ടുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ന കഥകൾ പറയണമെന്ന്, ഇന്ന കഥകളൊക്കെ പറയണമെന്ന്. അപ്പം അത് ശ്രദ്ധയില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരാരാണോ അവർക്ക് അതിൻ്റേതായിരിക്കും ദോഷങ്ങൾ. അപ്പോൾ ഇത് ആരും ആരുടെ നിന്നും എടുത്തുകൊണ്ട് പോകത്തില്ല. ദേവിയും ദേവിയിൽ നിന്നും എടുക്കത്തില്ല. ഗുണവും ദോഷവും ഒന്നും ഭഗവതി എടുത്തുകൊണ്ട് പോകത്തില്ല.
ഒരാളിൽ നിന്നെടുത്ത് വേറെ മാത്രം കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം മേടിക്കാനായിട്ട് വേറെ തെറ്റ് വരും, അവരുടെ മണ്ടയിലോട്ട് പോകും. അതിനാണ് ദിശാലി വന്നിരുന്ന നാമം ജപിക്കുക, കഥ കേൾക്കുക, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധാലുക്കളായിട്ട് ഇരുന്നാൽ നമ്മളെ വിശേഷിച്ച് ദേവീചരിതം വായിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ്. അമ്മയുടെ കഥ പറയുമ്പോൾ ദേവാദിദേവന്മാരും എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. കാരണം അത്ര പരമ പവിത്രമാണ് തമ്പുരാട്ടിയുടെ കഥ പറയുന്നത്, ശ്രദ്ധിക്കണമെന്നാണ്. അപ്പോൾ ഈ ചണ്ടമുണ്ടന്മാരുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാദേവനെ പാർവതി സമേതനായിട്ട് കൈലാസത്തിൽ കഴിയുന്ന അവസരത്തിൽ ഭഗവാനെ പാർവതി സമേതനായിട്ട് കൈലാസത്തിൽ കഴിയുന്ന അവസരത്തിൽ അപ്പം അതിനു മുമ്പായിട്ട് മഹാദേവൻ ഒരു പുത്രൻ ജനിച്ചു. നമ്മൾ ഗണപതിയും സുബ്രഹ്മണ്യനെയും മാത്രമേ അറിയത്തുള്ളൂ, അല്ലേ? ഇങ്ങനെ ഒത്തിരി പിള്ളേരുണ്ട്. കഥ പറയുമ്പോഴാണ് ഇങ്ങനെയുണ്ടോ മഹാദേവൻ പുത്രൻ അന്വേഷിക്കും. അതുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലെ ബൃഹസ്പതി ദേവാചാര്യായിരിക്കുന്ന ബൃഹസ്പതിയും ദേവേന്ദ്രനും കൂടെ കൈലാസത്തിൽ മഹാദേവനെ ദർശിക്കാനായിട്ട് പോയി. മഹാദേവൻ മനസ്സിലാക്കി എന്നെ കാണാനായിട്ട് ഇവരുണ്ടൊരു വരുന്നുണ്ട്. അപ്പം ദേവേന്ദ്രൻ്റെ ഈ ഭക്തി എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കാനായിട്ട് മഹാദേവൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ഭിക്ഷുവിൻ്റെ വേഷം കെട്ടി കൈലാസത്തിന് വെളിയിലേക്ക് വന്നത്. അപ്പോൾ ദേവേന്ദ്രൻ ബൃഹസ്പതിയും കൂടെ വന്നു ചോദിച്ചു, ഭിക്ഷു മഹാദേവൻ അകത്തുണ്ടോയെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, മിണ്ടിയില്ല. ദേവേന്ദ്രനാണ് ചോദിക്കുന്നത്. അനേകം പ്രാവശ്യം ചോദിച്ചു, മിണ്ടിയില്ല. അവസാനം ദേവേന്ദ്രൻ ദേഷ്യം വന്നു. എവനെ കൊന്നേക്കാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വജ്രായുധം എടുത്ത് വെട്ടാൻ ഓങ്ങിയ കൂട്ടത്തിൽ മഹാദേവന്റെ കോപം അവിടെ ശരിക്കും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാണുന്നതാണ്. ഏതാ മൂന്നാമത്തെ കാണുന്നത്? നിധിയിൽ, അല്ലേ? അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിയാണ്. ഈ അഗ്നി നേരെ ദേവേന്ദ്രനെ ഇല്ലാതാക്കാനായിട്ട് വരികയാണ്. അടുത്തെത്തിയപ്പം ബൃഹസ്പതി എന്ത് ചെയ്തറിയോ? ഈ ദേവേന്ദ്രന്റെ തല പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അഗ്നി എങ്ങും തട്ടാതെ നേരെ അങ്ങ് പോയി ചെന്നത് സമുദ്രത്തിലാണ് ഇതിന് വീട്. അപ്പോൾ കൈലാസത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിലാണ് വീട്. സാഗരം അതിനെ സന്തോഷമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഭവിക്കപ്പെട്ടു. അപ്പോൾ ഒരു പുത്രനായില്ലേ. ഈ കുഞ്ഞ് കരയുന്നത് ബ്രഹ്മദേവൻ കേട്ടു. പുള്ളി ഉടനെ പുള്ളിയുടെ ഭാവം, ഞാൻ അറിയാതെ അങ്ങനെ പിള്ളേരുണ്ടായി എന്നുള്ളതാണ് സൃഷ്ടി. എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന വിഷയം വരുമ്പോൾ ഈഗോവാണ്. ഞാനറിയാതെ അങ്ങനെ സന്താനം ഉണ്ടായി. ഉടനെ പുള്ളി കൂടി ഇവിടെ വന്നു. എന്നപ്പോൾ സാഗരം സന്തോഷമായിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ ഇത് എൻ്റെ പുത്രനാണ്, മഹാദേവൻ അനുഗ്രഹിച്ചു തന്നാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒരു നാമകരണം ചെയ്യണം, ജാതകം എഴുതണം. പെട്ടെന്ന് സന്തോഷം കൊണ്ട് മഹാദേവന്റെ പുത്രനാന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയിട്ട് ഉണ്ണിയെ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചൻ കയറി ബ്രഹ്മദേവന്റെ കഴുത്തിൻ്റെ ഒരു പിടിയം പിടിച്ചു. നല്ലൊരു അമക്കി കഴിഞ്ഞപ്പോൾ ഈ ബ്രഹ്മദേവൻ്റെ ഒരു തലയല്ലല്ലോ, കണ്ണിൽ കൂടെ തലയുള്ളൂ. ഈ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകിയപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നതിന് പ്രത്യേകിച്ച് ഇനി പേരൊന്നും അന്വേഷിച്ച് പോകട്ടെ, എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം ഒഴുക്കിയുണ്ട്, ഇവന് ജലം ഒഴുകിയതുകൊണ്ട് ഇവന് ജലന്ധരൻ എന്ന് പേരിട്ടു. ഈ ജലന്ധരന് അങ്ങനെ കഴിയ വളർന്ന് വന്തരിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ അവനെ അസുരരോഗവും ദേവലോകവും ഒക്കെ ആക്രമിച്ച് എല്ലാവരും കീഴടക്കിയിരിക്കുക. രണ്ട് ലോകവും അവൻ്റെ കയ്യിലാണ്, ദേവലോകവും അസുരലോകവും കയ്യിലായി. അങ്ങനെ ദേവന്മാർക്ക് രക്ഷയില്ലാതെ വന്നു. അസുരന്മാർ ഭയപ്പെട്ട് നടക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ യവനോട് യുദ്ധം ചെയ്യാനായിട്ട് വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും മറ്റുള്ള ദേവാദിദേവന്മാരൊക്കെ തയ്യാറായി. ഒരു രക്ഷയില്ല, ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? മഹാദേവന്റെ പുത്രൻ്റെ മഹാദേവൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പം നാരദ മഹർഷി എന്ത് ചെയ്തു? ഈ ദേവന്മാരൊക്കെ നാരദ മഹർഷിയോട് പറഞ്ഞ് എന്തെങ്കിലും ചെപ്പടി വിദ്യ പ്രയോഗിക്കണം. പുള്ളി അതിന് മിടുക്കനാണല്ലോ, ചെപ്പടി വിദ്യയ്ക്ക് മിടുക്കനാണ് നാരദ മഹർഷി എന്ന് ജലന്ധരനോട്, ജലന്ധര നീ ഇവിടെ ഒറ്റയ്ക്ക് സാമ്രാജ്യം അടക്കി ഭരിക്കുക. പക്ഷേ ഞാൻ നോക്കണത് നിന്റെ അടുത്തൊരു പട്ടരാജ്ഞി ഇല്ലാത്തൊരു കുഴപ്പം മാത്രം, നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഒരു കല്യാണം കഴിക്കുക. അപ്പോൾ അതിന് പറ്റിയൊരു പെണ്ണ് ഈ ലോകത്തിലെങ്കില്ല. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടാന്നറിയോ? കൈലാസത്തിൽ ഈ മഹാദേവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കഥയില്ല, പുള്ളി താമസിച്ചില്ല. ഈ പെണ്ണുപിള്ളി അടുത്തേക്ക് ഇരിക്കുന്നതല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല.
ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് എങ്ങനെയെങ്കിലും അവളെ കൈക്കലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ പട്ടരാജ്ഞിയാക്കിയാൽ നിനക്ക് പിന്നെ സുഖമാണ്. കേട്ട് കഴിഞ്ഞപ്പോൾ ജലന്ധരന് വലിയ സന്തോഷമായി. കാരണം സൗന്ദര്യമൊക്കെ വർണ്ണിച്ച് കേൾപ്പിച്ചു നാരദ ഋഷി. അതായത് തലമുടി വല്ലതും നഖം വരെയുള്ള ആ വർണ്ണങ്ങളൊക്കെ അങ്ങോട്ട് കേൾപ്പി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ കേൾപ്പിച്ചു. സന്തോഷമായി. എന്നാൽ പോയേക്കാന്ന് വിചാരിച്ചു. കൂട്ടിനായിട്ട് വിളിച്ചുകൊണ്ട് പോയത് ആരെയൊക്കെയാണെന്നറിയാം? ചന്ദന്, മുണ്ടന്, അസുലോമാവ്, വിഠാലന്, ധൂമ്രനേത്രന്, ഇവർ കുറേ ഒരു 10 വണ്ടിയൊക്കെ അറിയാവുന്ന ആൾക്കാരെ എല്ലാം കൊണ്ടുപോയി. അസുരന്മാരെല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവർ വിളിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം അടക്കി വലിക്കുകയില്ല. അപ്പം അങ്ങനെ നേരെ കൈലാസത്തിലേക്ക് എത്താറായി കഴിഞ്ഞപ്പോൾ മഹാദേവൻ ധ്യാനത്തിലേക്ക് നാരദ ഋഷി എന്നിട്ട് വിളിച്ചു, ഹരഹര മഹാദേവ, ഭഗവാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ പോലെ നാളെ വരുന്നുണ്ട്. അതെ, അങ്ങയുടെ പുത്രനാണ് വരുന്നത്, വേറെ ആരും വരുന്നത്. എന്തിനാണ് വരുന്നത്? അങ്ങയോട് യുദ്ധം ചെയ്യാൻ വരിക. അങ്ങനെ വാസനയുണ്ടോ? കൈലാസത്തിന് വെളിയിലേക്ക് വന്നു. കൈലാസത്തിന് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ നിന്ന് പോയത് യുദ്ധത്തിനായിട്ട് തന്നെയാണ് വരുന്നത്. അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം അങ്ങോട്ടിട്ടാണ്. യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആരും ജയിക്കുന്നുമില്ല, ആരും തോക്കുന്നുമില്ല. അങ്ങനെ ജലന്ധരൻ മായാവിയാണ്, നല്ല മായ അറിയാവുന്ന ആളാണ്. പെട്ടെന്ന് പാർവതി എന്ന് സൃഷ്ടിച്ചു, മായ കൊണ്ട് സൃഷ്ടിച്ചിട്ട് നല്ല അടി അങ്ങോട്ട് കൊടുക്കും പാർവതിക്ക്. ആകെ ഉപയോഗിച്ചാൽ മഹാദേവൻ്റെ ഉപയോഗിച്ചു. സഹിക്കുമോ മഹാദേവനെ? അങ്ങനെ വെണ്ണം പിള്ള തരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീരശൂരത എല്ലാം പോയി. പിന്നെ കൈയും കാലും കൂടെ കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു, ജലന്ധര, നീ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്ത്? നിനക്ക് എന്താ ആവശ്യം? ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ ഇത് ഭഗവതി മനസ്സിലാക്കി എന്നെ മായ കൊണ്ട് സൃഷ്ടിച്ചിട്ട് മഹാദേവൻ്റെ മുമ്പിലിട്ട് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് പെട്ടെന്ന് ഭഗവതി ഇവൻ്റെ മായ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ മഹാദേവന് മനസ്സിലായി ഇവൻ്റെ കളിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ ജലന്ധരനെ മഹാദേവൻ നിഗ്രഹിച്ചു. അപ്പം ഭഗവാൻ മാത്രമേ അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. നാരദമഹർഷി കളിച്ച പണി എന്നുണ്ട് ഗംഭീരമുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോൾ മഹാദേവൻ മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല, എനിക്കിഷ്ടമില്ല, ആവശ്യമില്ലാതെ കൊലപാതകമൊന്നും എനിക്കിഷ്ടമല്ല. നിങ്ങളെ കൊല്ലാനായിട്ട് ഈ ഭഗവതി തന്നെ പല പ്രകാരത്തിൽ വന്ന് നിങ്ങളെ കൊല്ലും. അത് ആ പല പ്രകാരത്തിന് പല ദേവന്മാരിൽ നിന്ന് ശക്തി ഏകീകരിച്ചുകൊണ്ട് ആണ് ദേവി കൊല്ലുന്നത്. ഇപ്പോൾ വായിച്ചു കേട്ടില്ലേ? ചന്ദനയും മുണ്ടനെയും അസുരമാവും ഇവരെല്ലാം കൊല്ലുക. അപ്പോൾ ഇത് കൊല്ലാൻ അതിന് കാരണമില്ല. ഇപ്പൊ ഇവരൊക്കെ ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് വരം കഴിച്ചു, അമരത്വം ആവശ്യപ്പെട്ടു. ഒരു രക്ഷയില്ല, മരണം എന്നുള്ളൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. കാലം കഴിയുമ്പോൾ ഞങ്ങളും മരിക്കും, പിന്നെയും തിരിക്കും. അതൊഴിച്ച് മറ്റെന്ത് വേണമെന്ന് ചെയ്തോളാം ചോദിച്ചോളാം. ഒരു പെണ്ണിൻ്റെ കൈ കൊണ്ട് മാത്രമേ എനിക്ക് മരണം സംഭവിക്കൂ. എന്നെ കൊല്ലാൻ ഏത് പെണ്ണാ വരുന്നത് എന്ന് വിചാരിച്ചു. പെണ്ണിന് ശക്തി ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് അത് തന്നെയാണ് മഹിഷാസുരനെ മേടിച്ചത്. ഒരു പെണ്ണിനെ മാത്രമേ എന്നെ കൊല്ലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവതി എന്ത് ചെയ്തു? മഹിഷാസുര മർദ്ദിനിയായി. ഈ മഹിഷാസുരനെ അറിയിച്ചു. അവൻ്റെ മന്ത്രിമാരൊക്കെ ചിന്തിച്ചു, ഒരു പെണ്ണ് 8 കൈയുണ്ട്, അവൾ അഹങ്കാരിയാണ്, ശംഖൂരുന്നുണ്ട്, ഇവിടെ ഈ ശംഖുണ്ട്, ശംഖു വിളിക്കുന്നു. കൂടെ വേറെ കുറെ പെണ്ണുങ്ങളുണ്ട്, അവരുടെയൊക്കെ വാളും പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കണ്ടാൽ പ്രലോഭ സുന്ദരിയാണ്, ആര് ചെന്നാലും മോഹിക്കുക. അതുപോലെ ഇതാണ്. ഈ ദൂതന്മാരെയൊക്കെ വിട്ടു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ മഹിഷാസുരൻ പറഞ്ഞ് നിർത്തുന്നുണ്ട്, അവനെ കൊട്ടാരത്തിൽ നീങ്ങാൻ വാഴുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഈ വിജനമായ സ്ഥലത്ത് നിന്നുകൊണ്ട് നിഗളിക്കാതെ അലറി. ദേവി ഒന്ന് അലറിയപ്പോൾ അലർച്ച അവൻ കേട്ടു. അട്ടഹാസമൊക്കെ കിടന്ന് ചിരിക്കാതെ ഇനി വരാൻ പറ, എൻ്റെ പട്ടരാജ്ഞിയായിട്ട് ചെല്ലാൻ. അപ്പോൾ അവനോട് പറഞ്ഞു വിട്ടു, ഞാൻ കുഞ്ഞിലെ ഒരു വ്രതമെടുത്തിട്ടുണ്ട്, ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന പുരുഷനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാൻ തയ്യാറാകത്തുള്ളൂ. ഈ പോയവർക്കെല്ലാം അടിയും കൊടുത്ത് പറഞ്ഞു, പിടിച്ചോണ്ടി എല്ലാമാണ് പറഞ്ഞത്. ഏതെങ്കിലും പിന്നെ പറഞ്ഞെന്താ, അവിടെ ശരീരത്തിൽ പോർലൊന്നും ഏൽപ്പിക്കരുത്, ഒരു പോർലും ഏൽപ്പിക്കരുത്. അത്ര ഇഷ്ടമാണ് ഈ വർണ്ണിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ പലരും പോയി അവിടെ ചെന്ന് രക്ഷയില്ലാവുന്ന അവരെയെല്ലാം അവരൊന്നും തിരിച്ചു വന്നില്ല. ചിലരൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, അവരോട്ട് അടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ മഹാ അഹങ്കാരിയാന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തി എല്ലാവരെയും കൊണ്ട് അവസാനം നേരിട്ട് ചെല്ലുക. നേരിട്ട് എന്ന് കഴിഞ്ഞപ്പോഴെന്തായി? ഇതിൻ്റെ യഥാർത്ഥ രൂപം മനുഷ്യൻ, പോത്തിൻ്റെ തല, അല്ലെങ്കിൽ എരുമയുടെ തല. ആ തലയായിക്കൊണ്ടാണ് ഇവിടെ ദേവി യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്ത് മഹിഷാസുരനെ അമ്മ കൊല്ലുകയാണ്. അത് ദേവി ഇന്ന് പല തേജസ്സിൽ നിന്നും, ബ്രഹ്മ തേജസ്സിൽ നിന്നും, വിഷ്ണു തേജസ്സിൽ നിന്നും
യമനിൽ നിന്നും ഭരണനിൽ നിന്നും കുറച്ച് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഈ മഹിഷാസുരനെ. അതുകൊണ്ടാണ് മഹിഷാസുര മർദ്ദിനി എന്ന് ദേവിയെ വിളിക്കുന്നത്. ആ ദേവിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം 4-ാം ദിവസമാണ്, 3-ാം ദിവസം ഒരുതി വെച്ചിരിക്കുന്നത്. 4-ാം ദിവസമാണ് അത് ചെയ്യുന്നത്. കാരണം ചണ്ടനയും മുണ്ടനെയൊക്കെ കൊണ്ട് ദിവസമായതുകൊണ്ട് ആ സങ്കല്പത്തിൽ ഭദ്രകാളി സങ്കല്പത്തിലുള്ളൊരു തുലസിയാണ് ആവശ്യം. അതിന് മാംസം കൊടുക്കണമെന്നാണ്. മാംസം രക്തം കൂടെ കൊടുക്കണം. അതിന് നിണം കലക്കിയിട്ട് മാംസത്തിന് തന്നെ തുല്യമായിരിക്കുന്ന ഒരു ആഹാരം ഉണ്ടെന്ന കടൽ നിവേദ്യം അത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ട് അത് നിവേദ്യം കൊടുക്കും, ഗുരുവിനെ സമർപ്പിക്കും. അപ്പോൾ ആ യജ്ഞത്തിലെ ബലി എന്ന് പറയുന്നൊരു കർമ്മം അവിടെ പൂർത്തീകരിക്കപ്പെടുക. അപ്പോൾ അത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രസി എടുക്കണം. ഉച്ചയ്ക്ക് മുമ്പായിട്ട് വൈകുന്നേരം മുമ്പായിട്ട് രസി എടുക്കണം. കാരണം വെച്ചാൽ ആ സമയത്ത് ഇവിടെ ഉണ്ടാകും. അതിൻ്റെ പ്രസാദം ശത്രുസംഹാരം എന്നാണ് പറയുന്നത്. നമ്മളത് തൊട്ടിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ വീടിന് ചുറ്റും കുടയുക, കരയ്ക്കകത്തൊക്കെ തുണിയിലൊന്നും വീഴുക. കാരണം മഞ്ഞളും ചുണ്ണാമ്പും കൂടെ അകർത്തുന്നത്. കുമ്പളങ്ങ മുറിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അത് തീർത്ഥമൊക്കെ കലയ്ക്കകത്ത് തെളിക്കുക. തുണിയെല്ലാം വീണാൽ ഇത് പോത്തില്ല, പാട് കാണുമ്പോൾ പ്രത്യേകം അറിയുകയാണ്. അപ്പോൾ ആണ് മഹിഷാസുര മർദ്ദിനുള്ളത്. അപ്പോൾ ഈ ചണ്ടമുണ്ടനെയൊക്കെ ദേവി കൊല്ലുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള സംവാദങ്ങളിലുള്ളത് എന്നെ എന്തിനു കൊള്ളാം, പുല്ല് തിന്നാനല്ലേ എന്നെ കൊള്ളാമെന്നൊക്കെ ദേവി പറയുന്നുണ്ട്. നിന്റെ ചപ്പടാച്ചിൽ നിന്ന് ഞാൻ വീഴത്തില്ല, നീ എന്നോട് യുദ്ധം ചെയ്യാൻ പറയും. അങ്ങനെ യുദ്ധം ചെയ്തിട്ടാണ് മഹിഷാസുരൻ എന്ന് പറയുന്ന കഥാപാത്രം എവിടെയായിരിക്കുന്നു? നമ്മളിലായിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? കാമത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ മഹിഷാസുരൻ. ഇപ്പോൾ മഹിഷാസുരന്മാർ കൂടുതലാണ് അല്ലേ? നമ്മൾ ടി വിയിൽ ചാനലൊക്കെ കാണുന്നില്ലേ? പിള്ളേരെ പീഡിപ്പിച്ചു. ഇവരിലൊക്കെ മഹിഷാസുരൻ ഉള്ളത് കൊണ്ടാണ് കാമകാഞ്ചനങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇവിടെ മഹിഷാസുരനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ദേവിയെ പൂർണ്ണമായിട്ടും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെവലിൽ നമുക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. അനാവശ്യമായ ചിന്തകളും വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാതെ സൂക്ഷിക്കാൻ ദേവിയെ ഭജിക്കണം. ദേവി മാതാരവിന്ദത്തെ ഭജിക്കണം അറിയിച്ചു. ഓരോരുത്തരും ദൂതന്മാരൊക്കെ ചെന്നു, അവരെ എല്ലാം പറഞ്ഞു വിട്ടു. പോയവരാരും തിരിച്ചു വന്നില്ല. പോയവരൊക്കെ മന്ത്രിമാരൊക്കെ എല്ലാത്തിനെയും കൊന്നു. അവസാനം ഇവർ നേരിട്ട് എന്ന് ഭഗവതിയുടെ കൈകൊണ്ട് അടി മേടിച്ച് അവരുടെ കഥ തീരുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കഥയൊക്കെ ഇപ്പോൾ ഇന്ന് തീരും. ഇനിയിപ്പം നാളെ ഇന്ന് ഉച്ച ഇരുമ്പം പോലെ ഹരിചന്ദ്രൻ്റെ കഥ ഒക്കെ കേൾക്കേണ്ടതാണ്. ഹരിചന്ദ്രൻ്റെ കഥ തുടങ്ങി ദേവി ആരൊക്കെ ഏതൊക്കെ രാജാക്കന്മാരൊക്കെ ദേവി ഭക്തരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇവിടെ പറയുന്നത്.